ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കാണ്. ഇംഗ്ലീഷിലെ 2ാമത്തെ യൂണിറ്റാണ് വിൻഡ്സ് ഓഫ് ചേഞ്ച്. വിൻഡ്സ് ഓഫ് ചേഞ്ചിലെ 3ാമത്തെ പോയട്രി, അതായത് വിൻഡ്സ് ഓഫ് ചേഞ്ച് യൂണിറ്റ് 2 അതിലെ 3rd ചാപ്റ്റർ സക്സസ് എന്ന പോയട്രിയാണ് നമ്മളിത് നോക്കുന്നത്. അപ്പോൾ സക്സസ് എന്ന പോയം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അതിൻ്റെ ഓരോ സ്റ്റാൻസിന് വരുന്ന മീനിങ്സ് എന്താണെന്ന് നമ്മൾ പറയും. അതിനുശേഷം ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 2 ക്ലാസ്സുകളായിട്ടാണ് സക്സസ് എന്ന ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. ഇത് പാർട്ട് 1 ക്ലാസ് ആണ്. പാർട്ട് 1 ക്ലാസ് ദെൻ പാർട്ട് 2 ക്ലാസ്, രണ്ടിലും കൂടെ നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്റർ ഫിനിഷ് ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇംഗ്ലീഷിന് മാത്രമല്ല മറ്റെല്ലാ സബ്ജക്ട്സിനും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളുടെ വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വരുന്ന ഓണം എക്സാം, ക്രിസ്മസ് എക്സാം, ആനുവൽ എക്സാം, ഇതിൻ്റെയൊക്കെ മോഡൽ ചോദ്യപേപ്പറുകൾ, ഉത്തരങ്ങൾ എല്ലാം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കിയാലോ സക്സസ് പോയം. ഹെൻറി വേർഡ്സ്വർത്ത് ലോങ്ഫെല്ലോൻ്റെ ആണ് ഈ പോയട്രി. അപ്പോൾ എന്താണ് സക്സസ് എന്ന് നോക്കാം. We have not wings, we cannot soar, but we have feet to scale and climb. By slow degrees, by more and more, the cloudy summits of our time. We have not wings, we cannot soar, but we have feet to scale and climb. എന്താ പറയുന്നത്? നമുക്ക് ആദ്യം അതിൻ്റെ ലൈൻ ബൈ ലൈൻ മീനിങ് എന്താണെന്നൊന്ന് പറയാം. ശേഷം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ മീനിങ് പറയാം. വി ഹാവ് നോട്ട് വിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിറകുകളില്ല, നമുക്ക് ഉയരാൻ കഴിയില്ല. ബട്ട് വി ഹാവ് ഫീറ്റ് ടു സ്കെയിൽ ആൻഡ് ക്ലൈംബ്. പക്ഷെ നമുക്ക് എന്തുണ്ട്? കാലുകളുണ്ട്. അത് വെച്ച് നമുക്ക് ക്ലൈംബ് ചെയ്യാം, ഉയരങ്ങളിലേക്ക് കയറാം. ബൈ സ്ലോ ഡിഗ്രീസ്, പതുക്കെ പതുക്കെ, അല്ലേ? കൂടുതൽ ദ ക്ലൗഡി സമ്മിറ്റ്സ് ഓഫ് അവർ ടൈം, നമ്മുടെ കാലത്തെ മേഘാവൃതമായ കൊടുമുടികൾ അങ്ങനെ നമുക്ക് കീഴടക്കാം. ദ മൈറ്റി പിരമിഡ്സ് ഓഫ് സ്റ്റോൺ ദാറ്റ് വെഡ്ജ് ലൈക്ക് ക്ലീവ് ദ ഡെസേർട്ട് എയേഴ്സ് വെൻ നിയറർ സീൻ ആൻഡ് ബെറ്റർ നോൺ ആർ ബട്ട് ജൈജാൻറ്റിക് ഫ്ലൈറ്റ്സ് ഓഫ് സ്റ്റെയേഴ്സ്. ദ മൈറ്റി പിരമിഡ്സ് ഓഫ് സ്റ്റോൺ എന്താണ്? മരുഭൂമിയിലെ വായുവിനെ വരെ പിളർത്തുന്ന ഈ ആപ്പ് വെഡ്ജ് എന്ന് പറഞ്ഞ ഒരു ആപ്പിൻ്റെ, നമ്മൾ മറ്റേ APP ആപ്പ് അല്ല കേട്ടോ, ആപ്പ് ഒരു ആകൃതിയാണ്. അതുപോലുള്ള വലിയ കല്ലുള്ള പിരമിഡുകൾ, ഭീമൻ കല്ലാൽ തീർത്ത പിരമിഡുകൾ. വെൻ നിയറർ സീൻ ആൻഡ് ബെറ്റർ നോൺ, നമ്മൾ അടുത്തടുത്ത് കാണുന്ന സമയത്ത് അത് വലിയ വലിയ പടികൾ, നമ്മൾ ദൂരം നോക്കുമ്പോൾ ഒരു പിരമിഡായിട്ട് തോന്നും, അല്ലേ? പക്ഷെ നമ്മൾ അടുത്തടുത്ത് പോകുമ്പോൾ ജൈജാൻറ്റിക് ഫ്ലൈറ്റ്സ് ഓഫ് സ്റ്റെയേഴ്സ് ആയിട്ട് നമുക്ക് തോന്നുന്നല്ല, അടുത്തടുത്ത് വരുമ്പോൾ അത് ഭീമാകാരമായിട്ടുള്ള ഓരോ സ്റ്റെപ്പുകളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ദ ഡിസ്റ്റന്റ് മൗണ്ടെയിൻസ് ദാറ്റ് അപ്പിയർ ദെയർ സോളിഡ് ബാസ്റ്റിയൻസ് ഓഫ് ദ സ്കീസ് ആർ ക്രോസ്ഡ് ബൈ പാത്വേസ് ദാറ്റ് അപ്പിയർ ആസ് വി ടു ഹയർ ലെവൽസ് റൈസ്. ദ ഡിസ്റ്റന്റ് മൗണ്ടെയിൻസ്, ദൂരെ കാണുന്ന പർവ്വതങ്ങൾ, ദാറ്റ് അപ്പിയർ ദെയർ സോളിഡ് ബാസ്റ്റിയൻസ് ഓഫ് ദ സ്കീസ്, അപ്പോൾ അതിൻ്റെ മുകളിലൂടെ ഉയർന്നു നിൽക്കുന്ന വിദൂര പർവ്വതങ്ങൾ, പിന്നെ നമ്മൾ ഉയർന്ന തലങ്ങളിലേക്ക് ഉയരുമ്പോൾ പ്രത്യക്ഷപ്പെടുന്ന പാതകളിലൂടെ അതെല്ലാം കടന്നു പോകുന്നു. ദ ഹൈറ്റ്സ് ബൈ ഗ്രേറ്റ് മെൻ റീച്ച്ഡ് ആൻഡ് കെപ്റ്റ് വെർ നോട്ട് അറ്റൈൻഡ് ബൈ സഡൻ ഫ്ലൈറ്റ്. വലിയ വലിയ ആളുകൾ ഉയരങ്ങളിലേക്ക് എത്തിയത് ഒറ്റ നിമിഷം കൊണ്ടോ ഒരൊറ്റ ചാട്ടം കൊണ്ടോ ഒറ്റ പറക്കൽ കൊണ്ടോ ഒന്നും അല്ല. ബട്ട് ദേ വൈൽ ദെയർ കമ്പാനിയൻസ് സ്ലെപ്റ്റ് വെർ ടോയിലിംഗ് അപ്വാർഡ് ഇൻ ദ നൈറ്റ്. അവരുടെയൊക്കെ കൂട്ടാളികൾ ഉറങ്ങുന്ന സമയത്ത്, അവരുടെ കമ്പാനിയൻസ് എല്ലാം ഉറങ്ങുന്ന സമയത്ത് അവരെന്തായിരുന്നു? ഉയരങ്ങളിലേക്ക് കുതിക്കുകയായിരുന്നു, അധ്വാനിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് സക്സസ്. സക്സസ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒന്നല്ല, അല്ലേ? നമ്മൾ എന്താ പറയുക, പതുക്കെ ഉയരങ്ങൾ നമ്മൾ കീഴടക്കണം. അപ്പം നമുക്ക് ഓരോ സ്റ്റാൻസ് ആയിട്ട് നോക്കാം. ആദ്യ സ്റ്റാൻസയുടെ അർത്ഥം വരുന്നത് വി ഡു നോട്ട് ഹാവ് വിങ്സ് ആൻഡ് സോ വി കാൺ ഫ്ലൈ. നമുക്ക് ചിറകുകളില്ല, നമുക്ക് പറക്കാൻ സാധിക്കില്ല. ബട്ട് വി ക്യാൻ യൂസ് ഔട്ട് ഫീറ്റ് ടു മൂവ് ആൻഡ് ക്ലൈംബ്. നമ്മുടെ കാലുകൾ ഉപയോഗിച്ച് നമുക്ക് മൂവ് ചെയ്യാം, ക്ലൈംബ് ചെയ്യാം. ബൈ സ്റ്റഡി ക്ലൈംബിംഗ് വി ക്യാൻ റീച്ച് ദ ഹൈറ്റ്സ് വി വാണ്ട് ടു റീച്ച്. അതായത് സ്ഥിരതയോടെയുള്ള ആ ചാട്ടത്തിലൂടെ നമുക്ക് ഹൈറ്റ്സിലെത്താം, നമുക്ക് റീച്ച് ആവാം. 2ാമത്തെ സ്റ്റാൻസയിൽ പറയുന്നത് ദ മൈറ്റി സ്റ്റോൺ പിരമിഡ്സ് ഡിവൈഡ് ദ ഡെസേർട്ട് അറ്റ്മോസ്ഫിയർ ലൈക്ക് എ വെഡ്ജ് ബട്ട് വെൻ വി ഗോ നിയർ ദം ആൻഡ് ലുക്ക് അറ്റ് ദം ആണ് and look at them, they look like huge flights of stairs or steps of a ladder. നമ്മൾ അടുത്തേക്ക് എത്തുന്നതോറും നമുക്ക് ദൂരെ കാണുന്ന സമയത്ത് ചെറുതായിട്ട് തോന്നും ആ പിരമിഡ്, അല്ലേ? അടുത്തെത്തുമ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്പുകളും എന്താണ്? അത്യാവശ്യം വലുതാണ്.
സ്റ്റാൻസ 3 പറയുന്നത് ഡിസ്റ്റന്റ് മൗണ്ടെയ്ൻസ് ദാറ്റ് ബാക്ക് അപ്പ് ദ സ്കീസ് എബോ ആർ ക്രോസ്ഡ് ബൈ pathways that appear as we to higher levels raise. As we go higher, new ways will be seen by us. അപ്പം നമ്മൾ താഴെ നോക്കുമ്പോൾ പർവ്വതങ്ങൾ കാണും, അതിൻ്റെ മുകളിലെത്തിയ വീണ്ടും വഴികളുണ്ട്. മേലോട്ട് കയറും തോറും നമുക്ക് ഓരോ വഴികൾ തുറന്ന് കിട്ടിക്കൊണ്ടേയിരിക്കും. Stanza 4, the heights reached and kept by great men were not attained by a sudden flight, but they were working upward in the night when their friends were sleeping. Success is not something that comes suddenly to people, but it is the result of their continued hard work. അപ്പോൾ ഉയരങ്ങളിൽ എത്തി നിൽക്കുന്ന പല ആളുകളും ഒറ്റയടിക്ക് ഒരു ചാട്ടത്തിലൂടെ അല്ലെങ്കിൽ അവർ ആ വിജയത്തിലേക്ക് എത്തിയതല്ല, ഒരു രാത്രി കൊണ്ട് അവർ വിജയം കൈവരിച്ചതല്ല. പതുക്കെയാണ് അവരെല്ലാവരും ഈ വിജയം കൈവരിച്ച് സക്സസ്സിലേക്ക് എത്തി ഒരു റീച്ച് അവർക്ക് കിട്ടുന്നത് അല്ലേ. അതാണ് നമ്മൾ ഈ പോയട്രിയുടെ മൊത്തത്തിൽ അർത്ഥം വരുന്നത്. ഇനി നമുക്ക് ഇതിലെ ഓരോ ചോദ്യോത്തരങ്ങൾ നോക്കാം. അപ്പോൾ ഇദ്ദേഹമാണ് ഇതിൻ്റെ ഓഥർ, ഹെൻറി വാഡ്സ്വർത്ത് ലോങ്ഫെല്ലോ. അമേരിക്കൻ പോയിറ്റാണ്, എഡ്യൂക്കേറ്ററാണ്. അപ്പോൾ നിങ്ങൾ അയാളെക്കുറിച്ച് വായിച്ചു നോക്കൂ. നമുക്ക് ലെറ്റ്സ് റിവൈൻഡ് ആൻഡ് റിജോയ്സ് ആണ്, അതിൽ 7 ചോദ്യങ്ങളാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശേഷമുള്ളത് പാർട്ട് 2 ക്ലാസ്സിലായിരിക്കും. പാർട്ട് 1 ക്ലാസ്സിലുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഐഡൻറ്റിഫൈ ദ ലൈൻ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ഹ്യൂമൻ സ്ട്രെങ്ത്. ഹ്യൂമൻ സ്ട്രെങ്ത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലൈൻസ് ഇതാണ്. വി ഹാവ് ഫീറ്റ് ടു സ്കെയിൽ ആൻഡ് ക്ലൈംബ് ബൈ സ്ലോ ഡിഗ്രീസ്, ബൈ മോർ ആൻഡ് മോർ ദ ക്ലൗഡി സമ്മിറ്റ്സ് ഓഫ് അവർ ടൈം. Next, what do the words cloudy summits and pyramids imply? Cloudy summits and pyramids imply great heights and great construction like the pyramids, which are considered one of the wonders of the world. Next, when do the pyramids appear like gigantic flights of stairs? The pyramids appear like gigantic flights of stairs when we go near them and look at them. അടുത്തത് 4ാമത്തെ ചോദ്യം, what do we come across when we raise to higher levels? When we raise to higher levels, we come across pathways that cross the distant mountains. 5, what makes great men different from their companions? The hard work by the great men makes them different from their companions. When their companions sleep, the great men work hard even in the night. 6ാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ ഇമേജസ് ഓഫ് സക്സസ് ഇൻ ദ പോയം ആൻഡ് കമൻറ്റ് ഓൺ ഹൗ ദേ കൺവേ ദ മെസ്സേജ് ഓഫ് ദ പോയം. ഇമേജസ് വരുന്നത് ക്ലൈംബിംഗ് ദ ക്ലൗഡി സമ്മിറ്റ്സ് ഓഫ് അവർ ടൈം, the pathways that appear as we go to the higher levels, the heights reached and kept by great men. These images convey the message of the poem by telling us we need to work hard to realize our dreams. We can do that only with hard work. It is those who persevere that will conquer great heights. അടുത്തത്, the heights by great men reached and kept were not attained by sudden flight. Comment on these lines, collect a few proverbs that convey the same idea. These lines speak a great truth. The heights reached and kept by great men were possible because of their perseverance and continued hard work. They did not suddenly find themselves at the top of things. They had to scale the heights slowly but steadily, inch by inch. Success does not come by overnight as a surprise. It is the result of proper planning and steady progress. One has to sweat to reach the heights. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ആരും വിജയത്തിലേക്ക് എത്തില്ല. പതുക്കെ ഒരുപാട് വേർപ്പൊഴുക്കിയിട്ടായിരിക്കും സക്സസ്സിലേക്ക് നമ്മൾ എത്തുക കേട്ടോ. അപ്പോൾ അത്രയുമാണ് ഈ എക്സസൈസിലുള്ളത്. അടുത്തത് നമ്മൾ പാർട്ട് 2 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കമൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, തുടർന്ന് വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.